പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ ദിവസം മുഴുവനും അങ്ങയുടെ വചനങ്ങളനുസരിച്ച് അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ വേണ്ട കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16-ാം തിരുവചനം ഇന്ന് ധ്യാനിക്കാം. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നതിൻ്റെ കുറ്റബോധം ഹെറോദേസ് രാജാവിനെ ഭയപ്പെടുത്തിയിരുന്നു. മനുഷ്യരെ തൃപ്തിപ്പെടുത്താനും പ്രീതി നേടാനും ശ്രമിച്ചപ്പോൾ ഹെറോദേസിന് പറ്റിയൊരു തെറ്റ് അതവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി. കാര്യമറിയാതെ നിരപരാധരെ കുറ്റപ്പെടുത്തുമ്പോഴും അപമാനിക്കുമ്പോഴുമെല്ലാം നാമും ശ്രദ്ധിക്കണം. എന്നെങ്കിലും നീതി ഉയർത്തെഴുന്നേൽക്കും, നമുക്കെതിരെ കുറ്റം വിധിക്കും. ഈശോയെ, ആരെയും വിധിക്കാതിരിക്കാനും ആരെയും വേദനിപ്പിക്കാതിരിക്കാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.